ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ചപ്പാത്തിക്ക് നമ്മൾ മാവ് എടുക്കത്തില്ലേ, അതേപോലെ കുറച്ച് ഗോതമ്പ് മാവും പിന്നെ കുറച്ച് ചൂടുവെള്ളവും ഉപ്പും കൂടെ ഇട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനത് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓയിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ കുഴച്ചത് അതേപോലെ ചെറിയ ബോൾസ് ആക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, കറിവേപ്പില, എന്താ പറയുക, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് നമ്മുടെ ഒണിയൻ ഒന്ന് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഉള്ളിക്കറി വെക്കത്തില്ല അതേപോലെ തന്നെ ഇതൊക്കെ ഒന്ന് വഴണ്ട് വരിക. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മസാലയൊക്കെ ആഡ് ചെയ്ത് ഒരു ചെറിയ ഉള്ളിക്കറി, പക്ഷേ വെള്ളം ഒഴിക്കത്തില്ല, അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് ഈ കറി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ പൊടിയൊക്കെ ഒന്ന് മൂക്കുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ അതിനകത്തോട്ടൊരു മുട്ട നമ്മൾ വേവിച്ചത് ഇതേപോലെ കൊത്തിയിടുന്നത്. പിന്നെ ഇതൊന്ന് പരത്തുക, അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക, അതിനുശേഷം ഇതൊന്ന് കവർ ചെയ്യുക. ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നെ ഇത് പരത്തുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ എൻ്റെ ഫോണില്ലായിരുന്നു. ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴൊന്നും എൻ്റെ ഫോണില്ലായിരുന്നു. കാണാനുള്ള ഭംഗിക്കേടൊന്നും നോക്കണ്ട, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.